ഹലോ! മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും പഴയൊരു കഥയിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. പക്ഷേ ഈ ഒരു വിശകലനത്തിൽ നമ്മളതിനെ തികച്ചും വ്യത്യസ്തമായൊരു കോണിലൂടെയാണ് നോക്കിക്കാണാൻ പോകുന്നത് കേട്ടോ. ഗിൽഗമെഷ് ഇതിഹാസം നിങ്ങൾക്കറിയാമായിരിക്കും. എന്നാൽ അതിലെ ഹുംബാബ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള വലിയൊരു വഞ്ചനയുടെ കഥയാണിത്. അതെ, നമ്മൾ ഇതുവരെ കേട്ട കഥകളെല്ലാം ഇന്ന് മാറി മറിയാൻ പോകുകയാണ്. ശരി, നമുക്ക് നേരെ ഇതിലേക്ക് കടക്കാം. ഒരു സാധാരണ കഥയുണ്ട്, നമ്മളെല്ലാവരും കേട്ട് ശീലിച്ചത്. അതായത്, ഒരു വലിയ ഹീറോ വരുന്നു, ഭീകരനായൊരു രാക്ഷസനെ കൊല്ലുന്നു. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഗിൽഗമേഷ് ശരിക്കും ഒരു രാക്ഷസനെ കൊന്നതാണോ, അതോ പ്രകൃതിയുടെ വലിയൊരു താളം തെറ്റിച്ചതാണോ? ഈയൊരു ചോദ്യമാണ് നമ്മുടെ ഈ മുഴുവൻ വിശകലനത്തിന്റെയും കാതൽ. നമ്മളൊക്കെ ഈ കാലമത്രയും കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന ആ ഹീറോ പരിവേഷത്തിന് പിന്നിൽ വളരെ ഇരുണ്ടതും ഗൗരവമുള്ളതുമായ ഒരു രഹസ്യമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഭാഗം 1. രാക്ഷസൻ എന്ന മിത്ത്. ഒന്നാലോചിച്ച് നോക്കുവോ, 4000 വർഷം. അതെ, കഴിഞ്ഞ 4000 വർഷങ്ങളായി ഹുംബാബ എന്ന പേര് ലോകമെങ്ങും അറിയപ്പെടുന്നത് ഒരു വലിയ ഭീകരനായിട്ടാണ്. രാജാവായ ഗിൽഗമഷിന്റെ വാളിനിരയാകാൻ മാത്രം കാത്തിരിക്കുന്ന വെറുമൊരു മൃഗം, അല്ലെങ്കിൽ കാട്ടിലെ ഒരു രാക്ഷസൻ. ഇങ്ങനെയാണ് ഈ 4000 വർഷവും നമ്മൾ പഠിച്ചുവെച്ചത്. ഇതിഹാസത്തിന്റെ പൊതുവായ ഘടനയിൽ അങ്ങനെയാണല്ലോ അത് പഠിപ്പിക്കപ്പെടുന്നത്. പക്ഷേ നമ്മൾ യഥാർത്ഥ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് മനസ്സിലാകും. യഥാർത്ഥ മെസ്സപ്പൊട്ടേമിയൻ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഈ നേരിട്ടുള്ള വരി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. സെഡാർ കാടുകളെ സംരക്ഷിക്കാൻ എൻലിൽ അവനെ നിയമിച്ചു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ഹുംബാബ വെറുതെ ആ കാട്ടിൽ അബദ്ധത്തിലുണ്ടായ ഒരു മൃഗമൊന്നുമല്ല. പകരം ദേവന്മാരിൽ പ്രധാനിയായ എൻലിൽ വളരെ കൃത്യമായ ഉദ്ദേശത്തോടെ നിയമിച്ച ഒരു കാവൽക്കാരനായിരുന്നു അവൻ. അതായത്, അവൻ ആ കാടിന്റെ വലിയൊരു ഘടനയുടെ അഥവാ സിസ്റ്റത്തിന്റെ തന്നെ ഭാഗമായിരുന്നു എന്ന് ചുരുക്കം. ഭാഗം 2. പവിത്രമായ അതിർത്തി. ഹുംബാബയുടെ ഭീകരത കേവലം അവന്റെ ശരീരപ്രകൃതിയിലോ ശബ്ദത്തിലോ മാത്രമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മെലാമു, ഇതാണ് അതിന്റെ യഥാർത്ഥ അടിസ്ഥാനം. ഈ മെലാമു എന്ന് പറയുന്നത് ദൈവങ്ങൾക്കും രാജാക്കന്മാർക്കും മാത്രം സ്വന്തമായ, ശാരീരികമായി നമ്മെ കീഴ്പ്പെടുത്താൻ കഴിവുള്ള അതിശക്തമായ ഒരു പ്രകാശം അല്ലെങ്കിൽ പ്രഭയാണ്. സത്യത്തിൽ ഇതൊരു അധികാരത്തിന്റെ ദൃശ്യരൂപമായിരുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ പറ, ഹുംബാബ വെറുമൊരു ക്രൂരമൃഗമായിരുന്നില്ല, മറിച്ച് കൃത്യമായ ദൈവീക അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, അല്ലേ? ഇനി ആ സെഡാർ കാട് ശരിക്കും എന്തായിരുന്നു എന്നൊന്ന് നോക്കാം. അത് വെറുമൊരു ശൂന്യമായ കാടായിരുന്നില്ല. അതുപോലെ മനുഷ്യർക്ക് വന്ന് എളുപ്പത്തിൽ കീഴടക്കാൻ കാത്തുകിടക്കുന്ന ഒരിടവുമല്ല. പകരം ദേവീദേവന്മാരുടെ സ്വന്തം വാസസ്ഥലമായിരുന്നു അത്. കനത്ത കോടമഞ്ഞും വമ്പൻ മരങ്ങളും നിറഞ്ഞ, മനുഷ്യലോകത്തിൽ നിന്ന് യാതൊന്നും ആവശ്യമില്ലാത്ത, തികച്ചും സ്വയം പര്യാപ്തമായ ഒരു വലിയ ആവാസവ്യവസ്ഥ. സത്യം പറഞ്ഞാൽ ഹുംബാബ അവിടുത്തെ മനുഷ്യരോടുള്ള ശത്രുത കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ കൽപ്പനയാലാണ് ആ അതിർത്തി കാത്തു സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇനി ഈ 2 പ്രധാന കഥാപാത്രങ്ങളെയും നമുക്കൊന്ന് താരതമ്യം ചെയ്യാം, ഗിൽഗമെഷും എൻകിഡുവും. നോക്കൂ, ഗിൽഗമെഷിന് ആ കാട് വെറുമൊരു ലക്ഷ്യസ്ഥാനം മാത്രമായിരുന്നു. സ്വന്തം പ്രശസ്തി വർദ്ധിപ്പിക്കാനും സ്മാരകങ്ങൾ പണിയാൻ വിലപിടിപ്പുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടുപോകാനുമുള്ളൊരു സ്ഥലം. എന്നാൽ എൻകിഡുവിന്റെ കാര്യം അങ്ങനെയല്ല. അവൻ വന്യതയെ ഉള്ളിൽ നിന്നറിഞ്ഞവനാണ്. കാട് എന്നത് കീഴടക്കാനുള്ളൊരു ഭീഷണിയല്ല, മറിച്ച് അത് നിലനിൽക്കേണ്ട ഒരു അവസ്ഥയാണെന്ന് അവൻ അറിയാമായിരുന്നു. ഈ 2 തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് പിന്നീട് ആ വലിയ ദുരന്തത്തിലേക്ക് വഴിമാറുന്നത്. ഭാഗം 3. വിനാശകരമായ ലംഘനം. ആ പവിത്രമായ അതിർത്തി ലംഘിക്കുന്നതിന്റെ ഘട്ടങ്ങൾ വളരെ നാടകീയമാണ്. ആദ്യം നോക്കിയാൽ മുതിർന്നയാളുകൾ ഗിൽഗമഷിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ആ കാവൽക്കാരൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണെന്ന്. എന്നിട്ടും ഗിൽഗമഷ് പിന്മാറുന്നില്ല കേട്ടോ. രണ്ടാമതായി, ഹുംബാബയെ കീഴടക്കാൻ മനുഷ്യന്റെ ശക്തി മാത്രം പോരായിരുന്നു. അതുകൊണ്ട് സാക്ഷാൽ സൂര്യദേവനായ ഷമാഷ് 13 കാറ്റുകളെ അയച്ച് ഹുംബാബയെ തളയുന്നു. മൂന്നാമതായി, അവന്റെ ആ ദൈവിക പ്രഭയായ മെലാമു എടുത്തുകളയുന്നു. ഇത് സംഭവിച്ചാൽ മാത്രമേ ഗിൽഗമഷിന്റെ ആയുധങ്ങൾക്ക് ഹുംബാബയുടെ ശരീരത്തിൽ ഏൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന ഹീറോ കഥയെ പൂർണ്ണമായും തകർക്കുന്ന ഒന്നാണ് അടുത്തതായി സംഭവിക്കുന്നത്. തളയ്ക്കപ്പെട്ട ആ കാവൽക്കാരൻ സ്വന്തം ജീവനുവേണ്ടി യാചിക്കുകയാണ്. എന്നെ വെറുതെ വിടുക, ഞാൻ നിന്നെ സേവിക്കാം, നിനക്കായി ഞാൻ മരങ്ങൾ വെട്ടാം, നിന്റെ കൊട്ടാരത്തിനു വേണ്ടിയുള്ള മികച്ച മരങ്ങൾ ഞാൻ സംരക്ഷിക്കാം. നോക്കൂ, ഇതൊരു വലിയ രാക്ഷസന്റെ വാക്കുകളല്ല, മറിച്ച് തോൽപ്പിക്കപ്പെട്ട, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന ഒരു കാവൽക്കാരന്റെ വാക്കുകളാണ്. സത്യത്തിൽ ഇവിടെ നമ്മുടെ വീരനായ ഗിൽഗമെഷ് ഒന്നും മടിക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്തുള്ള എൻകിഡുവിന്റെ വാക്കുകളൊന്ന് കേൾക്കുക. അത് അവസാനിപ്പിക്കുക. എല്ലിൽ കേൾക്കുന്നതിനു മുമ്പ്, ദൈവങ്ങൾ ഒന്നിക്കുന്നതിനു മുമ്പ്, ഈ പ്രകൃതി പ്രതികരിക്കുന്നതിനു മുമ്പ് ആക്രമിക്കുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും നിർണായകമായ കാര്യമെന്താണെന്നാൽ, എൻകിഡുവിന് ഭയമുണ്ടായിരുന്നു എന്നതാണ്. തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും ഏതു വലിയ ദൈവിക നിയമമാണ് തങ്ങൾ ലംഘിക്കുന്നതെന്നും വന്യതയെ അടുത്തറിയുന്ന അവന് കൃത്യമായി അറിയാമായിരുന്നു.
അവൻ ആ പ്രകൃതിയുടെ ഘടന തകരുന്നതിന്റെ പ്രത്യാഘാതം മുൻകൂട്ടി കണ്ട് ഭയപ്പെട്ടിരുന്നു എന്നതാണ് സത്യം. അങ്ങനെ അവർ ആ കാവൽക്കാരനെ കൊലപ്പെടുത്തുന്നു. അതിന് തൊട്ടു പിന്നാലെ നടന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഗിൽഗമേഷ് ആ കാവൽക്കാരന്റെ തലയെറുക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ അവിടെയുണ്ടായിരുന്ന ആകാശം മുട്ടുന്ന ഭീമൻ സെദാർ മരങ്ങളെല്ലാം അവർ വെട്ടിമാറ്റുകയാണ്. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ആ മരങ്ങൾ ഉപയോഗിച്ച് ഒരു വലിയ വാതിൽ പണിത് യുഫ്രട്ടീസ് നദിയിലൂടെ നിപ്പൂരിലേക്ക് അയക്കുന്നു. ഇതൊരു വീരകൃത്യമല്ല സുഹൃത്തുക്കളെ, മറിച്ച് പ്രകൃതിയുടെ സമ്പൂർണമായ ഒരു ആവാസവ്യവസ്ഥയുടെ വലിയൊരു നശീകരണമായിരുന്നു എന്ന് ഈ സമയരേഖ നമ്മോട് കൃത്യമായി വിളിച്ചു പറയുന്നുണ്ട്. ഭാഗം 4 ധിക്കാരത്തിന്റെ വില. ഇതൊരു ബാലൻസ് ഷീറ്റ് പോലെയാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുക. അവരുടെ പ്രവൃത്തികളുടെ ഹ്രസ്വകാല നേട്ടങ്ങളും ദീർഘകാല നഷ്ടങ്ങളൊന്നും നോക്കൂ. അവർക്ക് പ്രശസ്തി കിട്ടി, നല്ല മരങ്ങൾ കിട്ടി, ഒരു വലിയ വാതിലും നിർമ്മിച്ചു. പക്ഷേ അതിനവർ കൊടുത്ത വിലയോ? ലംഘിക്കപ്പെട്ട നിയമത്തിന്റെ പേരിൽ എൻലിൽ എന്ന ദൈവത്തിന്റെ വലിയ കോപം അവർക്ക് നേരിടേണ്ടി വന്നു. ആ ശാപം മൂലം എൻകിഡുവിന് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു. സുഹൃത്തിന്റെ മരണം ഗിൽഗമേഷിനെ ഭ്രാന്തനാക്കി. അവൻ കാട്ടിലൂടെ അലഞ്ഞുതിരിയാൻ തുടങ്ങി. എന്തു വലിയൊരു ദുരന്തമാണിതെന്നൊന്ന് ആലോചിച്ചു നോക്കിയേ. മനുഷ്യനായി മാറിയ വന്യമനുഷ്യൻ മരിക്കാൻ തുടങ്ങുന്നു. ഒപ്പം തകർന്നടിഞ്ഞ ലോകം അതിനെ പുനഃക്രമീകരിക്കുകയും ചെയ്യുന്നു. അതൊരു സാധാരണ പ്രതികാരമായിരുന്നില്ല, മറിച്ച് തെറ്റിയ താകം പ്രകൃതി വീണ്ടെടുക്കുന്നതായിരുന്നു. എൻകിഡുവിന്റെ പതുക്കെയുള്ള മരണവും പിന്നീട് മൃഗങ്ങളുടെ തോലണിഞ്ഞ് ഭയന്നോടുന്ന ഗിൽഗമേഷിന്റെ പതനവുമെല്ലാം ലംഘിക്കപ്പെട്ട ഒരു പ്രകൃതി നിയമത്തിന്റെ തിരിച്ചുപോക്കായിരുന്നു. നമ്മൾ എന്തു ചെയ്താലും പ്രകൃതി എപ്പോഴും അതിന്റെ ബാലൻസ് കണ്ടെത്തുക തന്നെ ചെയ്യും. ഈ വിശകലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്: കടന്നുകയറ്റങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു രൂപമുണ്ട്, ധിക്കാരത്തിന് എല്ലായ്പ്പോഴും ഒരു വിലയുണ്ട്. 4000 വർഷം പഴക്കമുള്ള ഈ മിത്ത് നമ്മളോട് പറയുന്നത് കേവലം വീരനായ ഒരു രാജാവിന്റെ സാഹസിക കഥയല്ല, മറിച്ച് പവിത്രമായ അതിർത്തികൾ കടന്നുകയറുന്ന മനുഷ്യന്റെ അഹങ്കാരത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. ഹുംബാബ ഒരു രാക്ഷസനായിരുന്നില്ല, അവൻ ആ കാടിന്റെ അതിർത്തിയിലെ അനിവാര്യമായ ഒരു ഘടനയായിരുന്നു. അപ്പോൾ അവസാനമായി നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യത്തോടെ നമുക്കിത് അവസാനിപ്പിക്കാം. നമുക്കായി നിർമ്മിക്കപ്പെടാത്ത ഏതൊക്കെ ഇടങ്ങളിലേക്കാണ് ഇന്ന് നാം കടന്നുകയറുന്നത്? പുരാതനമായ ഈ ആശങ്ക ഇന്നും പ്രസക്തമാണല്ലേ? പ്രകൃതിയുടെ ഏതൊക്കെ അതിർത്തികളാണ്, അതല്ലെങ്കിൽ നിയമങ്ങളാണ് നമ്മൾ ഇന്ന് യാതൊരു മടിയുമില്ലാതെ ലംഘിക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ വിശകലനം നിങ്ങൾക്ക് ഗിൽഗമേഷ് ഇതിഹാസത്തെക്കുറിച്ച് തികച്ചും പുതിയ ചില തിരിച്ചറിവുകൾ നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകുമെന്നും കരുതുന്നു. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.